അത് എന്തെങ്കിലും നമ്മളുടെ പ്രവർത്തിക്ക് നമ്മൾ ഇന്നോളൊക്കെ പ്രവർത്തിച്ചു വന്നതിന് ഏതെങ്കിലും ഒരു മാറ്റമോ ബുദ്ധിമുട്ടോ അതോ വേറെ ഏതെങ്കിലും രീതിയിലുള്ള വിഷമോ പ്രയാസമാണ് എന്താണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നിയിട്ടുള്ളതെന്ന് പറയാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. എല്ലാവരോടും പറയുന്നതാണിത്, ഒരാളോട് പറയുന്നതല്ല. അത് നമ്മൾ ഈ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം മനസ്സിനൊരു സന്തോഷം, വേല ചെയ്യുന്നിടത്ത് വിഷമം ഉണ്ടാകുക, അതല്ലെങ്കിൽ ആളുകൾ തമ്മിൽ ഇണക്കമില്ലാതെ വരിക, അങ്ങനെ ഏതെങ്കിലും, അല്ലെങ്കിൽ ഒരു ആശ്വാസം, ഏതിനും ഒരു ആശ്വാസം തോന്നുക, അങ്ങനെ ഏതെങ്കിലും ഒന്നും അറിയാമെങ്കിൽ നിങ്ങൾ പറയാം. ഉണ്ടാതിരിക്കരുത്. ഉണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ പറയുക. ക്ലീന്ന് എന്ന് പറയുന്നത് എല്ലാവരും അങ്ങനെ പറയുന്നു. അവർക്ക് വളരെ എളുപ്പമായിട്ട് കാര്യങ്ങൾ അവർ ചെല്ലുന്നതിന് മുൻപ് ആ കാര്യം പൊതുവെ നടപ്പിലാകുന്നു എന്നാണ് പറയുന്നത്. അത് ഇവിടുത്തെ രീതിയിൽ നിങ്ങൾ പരസ്പരം ദോഷം പോലെ തോന്നുന്നു, അത് ചേർച്ച ഇല്ലാത്ത വിധത്തിൽ ഒന്നും ചെയ്യാതെ തോന്നുന്നു. എന്താണ് ഒന്നും ചെയ്യാൻ തോന്നാത്ത വിധം ആരെങ്കിലും പറയൂ. അത് എന്താണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള നിങ്ങൾക്ക് അറിയൂ. ആരെങ്കിലും പറയുന്നെങ്കിൽ പറ. വേല ചെയ്യുന്നവരുണ്ടല്ലോ, അവർ പറയട്ടെ. ശരിക്കാണെങ്കിൽ ഞാൻ എണീറ്റ് പോവാം. അത് ഒരാളും മിണ്ടുന്നില്ല. ഏറെക്കുറെ ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നവർ പറയണം. എല്ലാവർക്കുള്ളതാണ്, കുറച്ചു പേർക്കേ ഉള്ളൂ. അതെങ്ങനെയാണ് നിങ്ങൾക്ക് പറയാവുന്നുള്ളൂ. ജോലി ചെയ്യാനോ മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാനോ അവർക്ക് എങ്ങനെയാണ് തോന്നുന്നൊരു ഒരു മൊത്തത്തിലൊരു പറച്ചിൽ പറഞ്ഞാൽ മതി. ഇതുപോലെ തന്നെയാണോ അല്ലേന്നാണ്. എന്തെങ്കിലും പറയുന്നെങ്കിൽ പറ. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല. ചിലപ്പോൾ ഇത് സൂക്ഷിക്കുകയാണില്ല, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നവര് ശ്രദ്ധിക്കാനോ അങ്ങനെയുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാത്തതാണ്. അല്ലെങ്കിൽ അത് ഇവിടെ ഇത് ഒരു നിത്യമായിട്ട് ജീവിതം നയിച്ചു പോകുന്ന ഒരു കർമ്മത്തിൽ അവർ താല്പര്യമില്ല എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഏതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ നിൽക്കുന്നില്ല. ഇതങ്ങ് മാറ്റും. ഇതങ്ങ് മാറ്റണം. അവർക്ക് തോന്നാത്തവര് പറയണ്ട. ഇപ്പൊ ഒന്നും പറയണ്ട. ഇതങ്ങ് മാറ്റണം. അവരോട് പറഞ്ഞിട്ട് എന്താ കളി കാണാൻ വന്നിരിക്കുന്ന പോലെ നാടകം കാണാൻ വന്നിരിക്കുക. ഇത്ര ആള് വന്നിരിക്കുമ്പോ ഒന്നെങ്കിലും നിങ്ങൾ അത് കിടക്കട്ടെ, നീ അത് മാറ്റ. ഇങ്ങനെയുള്ള ഒരാള് അങ്ങനെ പരാജയം വരും. അത് വരണം. അല്ലാതെ പരാജയം വന്നു പോയെന്ന് പറഞ്ഞ അവിടെ സങ്കടപ്പെടാൻ പാടില്ല. കാരണം അനേക കോടി വർഷങ്ങളായി ഈ ആദ്യം ഒപ്പനം ചെയ്തു വന്നതാണ് നമ്മളെല്ലാവരും. ആരെല്ലാം ജനിച്ച് വളർന്നു അവരെല്ലാവരും. അങ്ങനെ അല്ലാതെ ആരെങ്കിലും വന്നെങ്കിൽ അതൊന്നും അറിയാൻ വയ്യാത്തവനും എല്ലാം അറിഞ്ഞുകൊണ്ടും മിണ്ടാതിരുന്നവനും അല്ലാതെ ആരും വന്നില്ല. ഈ ഭൗതികത്തിലും ആത്മീയത്തിലും ആ വഴിയും അറിഞ്ഞുകൊണ്ടും മിണ്ടായിരുന്നു. ഇത് രണ്ടും അല്ല ആവശ്യത്തോളം പെരുമാറുക. സാധിക്കാത്ത വേറൊരുത്തിനെയും കൊണ്ട് എത്ര മെനക്കെട്ട് പിടിച്ചത് വലിച്ചടിപ്പിക്കാനൊക്കെ അതാണ് നമ്മുടെ ആവശ്യം. ഈ ത്യാഗം പല വഴിയില്ല, ഒരു വഴിയിൽ ആ ത്യാഗം വരും. അനവധി വലിയ ആളുകളെ അടുപ്പിക്കുക. വലിയ ആളുകളൊന്നും ചുമ്മാ ധരിക്കുകയാണ് അവരെ അടുപ്പിച്ചാലേ ഈ പാവപ്പെട്ടവർ നന്നായി വരുള്ളൂ. അതാണ് കാര്യം. ഇത് മനസ്സിലായി? അങ്ങനെയല്ല. പോയി അല്ലെങ്കിൽ ഇത് ഉയർത്തൽ കൊണ്ടൊന്നും ഒരു കാര്യം വരാൻ പോണില്ല. ഇതിലൊക്കെ നാം ദുഃഖപ്പെടേണ്ടി വരും. പിടിച്ചു പറ്റി നിൽക്കണം. അത് വരുമല്ലോ. പ്രവൃത്തിയാണെങ്കിൽ ദുഃഖം വരും, തികച്ചും ദുഃഖം വരും. എനിക്കത് വരില്ല. അപ്പൊ ഇത് നമ്മള് ആദ്യമേ കരുതുക. എന്തിനു പറയുന്നു എന്ന് വെച്ചാൽ എന്റെ അനുഭവം നിങ്ങളെ അറിയിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പ്രവർത്തിച്ചത് ഇവർക്കെല്ലാം പറ്റിയത് അതാണ്. അങ്ങനെ വരരുത്. വന്നാൽ നമ്മൾ അതിൽ നിന്ന് പിടിച്ചു കയറും. അപ്പൊ ഇത് പിടിച്ചു കയറിക്കൊണ്ട് നമ്മുടെ കയ്യിലൊരു കാര്യം വേണ്ടേ? കാര്യമില്ലാതെ കാരണത്തെ കാണാനൊക്കില്ലല്ലോ. അതിനാണ് നിങ്ങളോട് ആ ത്യാഗമാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ച് പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് കഴിയില്ല. ഇതാണ് നമുക്കിത് ഇങ്ങനെ വരുത്തിയിട്ട് ഇപ്പൊ നമുക്കൊരു സുഹൃത്തമാണ് ദൈവം തന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ ആരിലും കൂടി വളർന്നില്ല. പ്രയത്നം, സ്വയം കടമ നിർവഹിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ മുൻപിൽ നിർത്തിയിരിക്കുക. ഇനിയേ നിങ്ങളോട് പറയാൻ കഴിയും. അല്ലാതെ മുൻപ് പറഞ്ഞെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽപ്പെട്ടത് ഏതെറ്റോ ആ പാതയെ നടന്നാണ്. ഇത് നടക്കുന്നതിന് ആര് തെറ്റുന്നോ അവരൊരിഞ്ചും വിടാതെ പ്രവർത്തിപ്പിക്കാൻ പഠിപ്പിക്കുക. ഇല്ലേ, നീ അവിടെ നിന്നില്ല, നീ പോകണ്ട, അവിടെ നിന്ന് കണ്ടോ, ഞങ്ങൾ
അല്ലാതെ മറ്റു മരുന്ന് ഇതിന് എടുക്കരുത്. മരുന്നെടുത്താൽ ഇത് പോയി. നിങ്ങൾ ഒന്നും ചെയ്യല്ലേ അപ്പ, നിങ്ങൾ നിന്നോളൂ, ഞങ്ങൾ വന്ന് നോക്കിക്കോളൂ. ഞങ്ങൾ പിടിച്ച് വലയുമ്പോഴും നിങ്ങളെ ഒരു ചെറിയ കൈയും കൂടി ഞങ്ങൾക്ക് താ. ഇതല്ലാതെ മറ്റൊരു വഴിക്ക് ഇത് കൊണ്ടുപോകരുത്. കൊണ്ടുപോയാൽ നമ്മൾ അറിവിനു നിരവധി അനുഭവമുള്ള പിള്ളേരും വലിയവരും ഇവിടെ ഉണ്ടായി. ഇതിലൊരു ഒറ്റ അനുഭവം മതി നിങ്ങൾക്ക് കണ്ടു കയറാൻ. 100 അനുഭവം വന്നാലും കുഴിഞ്ഞ് താഴോട്ട് പോകുന്നവരെ എന്ത് ചെയ്യും? ഇവൻ ഇവിടെ ജോലിക്കാർക്ക് അവൻ ജോലി ചെയ്യിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യും. കഷ്ടപ്പെട്ടൊക്കെ നിന്നപ്പോൾ ഞാൻ ആശുപത്രി പണി നടക്കുകയാണ്. ചോറ് കൊണ്ടുപോകുമായിരുന്നു. വിളമ്പും. അപ്പൊ ആരോ ഒരുത്തൻ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കഴിച്ചാൽ മതി. ഏതൊരു ദൈവം പറഞ്ഞു പ്രാർത്ഥനയൊക്കെ ആശ്രമത്തിലാണ്. പ്രാർത്ഥന അല്ലേ അവൻ പറഞ്ഞത് ശരിയല്ലേ? അത് ശരി. എങ്ങനെയെല്ലാം ചവിട്ടി ഒതുക്കി ഇവിടെ നിന്ന് ചോറ് കൊണ്ടുപോയാലും ചെയ്യില്ല. 2 ആൾക്ക് കുറഞ്ഞിരിക്കും. ആദ്യം 4-5 ആളുകൾക്ക് കുറയുമായിരുന്നു. അത് പിന്നെ കുറഞ്ഞു 2 ആളായി. ഈ തിന്നവർക്ക് ആർക്കും മതിയായത് ചോദിച്ചോണ്ട് വേറെ നേരത്തെ പോയി തന്നെ എത്ര പേര് വന്നാലും ആഹാരം മാറും. അല്ലാതെ ചില ദിവസങ്ങളിൽ ഒരു മനസ്സിലൊരു ആ രീതി ചെയ്യുകയാണെങ്കിൽ ഒന്നും തികയും ആകപ്പാടെയാണ്. ഒരു എത്രയോ ചെറിയ 2-3 അരിയെങ്ങാണ്ട് വെച്ചിട്ട് ഒരു ഗുരുവല്ലായിരുന്നു. ആ പാറ കൺട്രാക്ടിന്റെ ഒരു പരിപാടിയുണ്ട്. 10 58 പാറപ്പണി ചെയ്യുന്ന ഉച്ച സമയത്ത് 2 പക്കായിരിക്കും. 2.5 അത്രയും. അപ്പൊ അത് ചെയ്തത് ചെയ്തപ്പോ 38 പാറപ്പണക്കാരൻ ഉണ്ടെങ്കിൽ 10 പറ അരില്ല. അങ്ങനെയൊക്കെ അതാണ് ആ ചെയ്ത ബാക്കിന്റെ ഒരുപാട് അനുഭവം സംസാരിച്ചാല്. ഇത് പിന്നെ ഈ പാത്രം വലുതാക്കിയെടുത്ത് ശരിയാവില്ല. പിന്നെ ഇത് ഞാൻ അറിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ പറഞ്ഞ് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് ചെയ്യും. അന്ന് 2 പേർക്ക് വാക്കി. ഒറ്റ അനുഭവം പോലെ ഇവിടെയുള്ള സകല ജനങ്ങൾക്കും ആയിരക്കണക്കിന് അനുഭവമുണ്ട്. പക്ഷേ അത് ഈ കള്ളുകുടിയന്മാര് അവൻ കുടി കഴിയുമ്പോൾ കാരണമാവും. ഇതുപോലെയാണ് ഇവർക്ക് അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഞാൻ ചെയ്ത് ഈ സമനിരപ്പാക്കി വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് മനസ്സിലായി. ഈ സമനിരപ്പിൽ നിന്ന് നിങ്ങൾ കിട്ടിയാൽ എന്താണ് സമനിരപ്പ്? ഈ ജാതിയാകുന്ന പിശാചിനെ നിങ്ങളെ കയറി ചവിട്ടില്ല. ാകുന്ന കോമാളി നിങ്ങളെ കയറി ഉടച്ചു കളയില്ല. നിങ്ങളിത് കണ്ടില്ല. സിദ്ധനും കൈയടച്ച വേലയും സംഭവിച്ച ഒരുത്തനും ഇവിടെ വന്നൊന്നും ചെയ്ത് നേടില്ല. ഒരു ദുഷ്ടപ്രവൃത്തി ചെയ്ത് ഇവൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് അവൻ കരുതണ്ട. ഇവിടെ നിന്ന് വിട്ടുകൊടുക്കും. എന്തുകൊണ്ട്? അവൻ എങ്ങനെ പോട്ടെ, എന്റെ കുറ്റം കൊണ്ടവൻ ശരിയാകാതെ വരണ്ട. ഇത്രേ എന്റെ ഒരു കരുതൽ നടപടി. അതൊരു അഹങ്കാരമായി പോണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ എങ്ങനെ ചെയ്യണം ഒക്കെ ഒന്ന് ഒരുക്കിയിട്ട് നിങ്ങൾ എവിടെ തുടങ്ങുന്നു അവിടെ മുതൽ തികച്ചും പരിപൂർണമായ ധൈര്യം, സ്നേഹവും അതിനോടൊപ്പമുള്ള നിങ്ങളാൽ കഴിയുന്ന ത്യാഗം. കൂടുതൽ ചെയ്യണ്ട, കഴിയുന്നതേ ചെയ്യാവൂ. അതേ എന്നു അല്ല. ഇതെന്താണ് തന്നെ ഇച്ചിരി വലുതാക്കി എടുത്തവര് ഇത് കാണിച്ചേക്കുന്നത്. അല്ല ഇപ്പം അത് ഫോട്ടോ കോപ്പിയിൽ വന്ന ഇത് അവരുടെ ഫ്രണ്ട് വീണ്ടും നമ്മൾ പ്രിന്റ് ചെയ്തെടുത്തത് ആരാ കൊണ്ടുവന്നത്? എന്താണ് ഇയാളുടെ അത് മാർപ്പാപ്പ ആവശ്യപ്പെട്ട് ഇതിന്റെ ഫോട്ടോ എടുക്കാൻ. അല്ല, ഇവര് പറയുന്ന പോലെ അല്ല. ഒന്ന് വേണേ വെച്ചാൽ ഇതിന്റെ സ്വഭാവമേ അതല്ല. അപ്പൊ ഇത് എത്രയോ സൗരയുധമുണ്ട്. ഒരു സൗരയുധത്തെ പറ്റിയുള്ള വിവരമേ നമുക്കുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഈ 7 സൗരയുധം കഴിഞ്ഞുണ്ടാകുന്ന 10ാമത്തെ അവസ്ഥ വരെ ഒരു വലിയ പ്രകാശം. അപ്പൊ അത് പ്രകാശധാരയാണ്. അപ്പൊ അത് കടന്നു പോകുന്ന ചില ഈ ജ്ഞാനികളുണ്ട്. ഈ ജ്ഞാനികൾക്ക് നിയമപ്രകാരം പോകുന്നവർക്ക് അവിടെ സ്ഥാനമുണ്ട്. അല്ലാത്ത എവിടെയെങ്കിലും നിന്ന് എരിഞ്ഞു പോകുന്നു. അത് അവരോട് പറഞ്ഞു. അല്ലെ ചേട്ടനോട് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതിങ്ങനെ ഒരുപാടുണ്ട്. ഇത് 1-2 അല്ല. തുറന്നാൽ പോരായിരുന്നു. അത് വലിച്ചു തുറന്ന് അവർക്ക് അവിടെ നിൽക്കാൻ, ഇവിടെ എല്ലാവരും നിൽക്കാൻ അവർക്ക് ഇടം വരുന്നു. നിങ്ങൾ എപ്പോഴാണ് പറയുന്നത് അപ്പുറത്ത് ഇതങ്ങ് വലിച്ചു തുറന്നെടുക്കും. ഇതേപ്പറ്റി നമുക്കിങ്ങനെ നോക്കി പറയേണ്ട കാര്യം വരെയില്ല. എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന രംഗത്തുനിന്ന് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. എപ്പോഴും എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒരു ഏതാണ്ട് നമ്മുടെ ഈ ഒരു സൗരയുധത്തിന് എത്തുവിട്ടെടുക്കാൻ വയ്യാത്ത പല കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് അനേകം സൗരയുധത്തിനകത്ത് ഈ നക്ഷത്ര യുഗങ്ങൾ ഇങ്ങനെ കാണും, കൂട്ടങ്ങൾ. അപ്പൊ അത് നമുക്ക് അതൊന്നും തീർച്ചപ്പെടുത്തി എടുക്കേണ്ട ഒരു കാര്യമില്ല.
അപ്പൊ നമ്മള് ഇവിടെ തന്നെ ഒരു പക്ഷേ ഈ ഭൂമിയുടെ ഒരു നാശം തന്നെ വരുന്നത്. പിന്നെ നമ്മൾ എന്തിനാ ഇതൊക്കെ കാണാൻ നടക്കുന്നത്? ആവശ്യമില്ലാത്ത കാണല. അപ്പൊ യുഗധർമ്മം അനുസരിച്ച് അതിങ്ങനെ പല കാലങ്ങളായിട്ട് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് കൂടിയ ഒരു 10, 2000, 4000 കൊല്ലത്തിന്റെ ഒരു കണക്കെടുത്ത് വെച്ചെന്നിരിക്കട്ടെ, എന്തൊന്നും ചെയ്യാന്? അത് കാര്യമുള്ളതല്ല. ഉണ്ട്, ഇത് അനേകമുണ്ട്. ഇപ്പൊ ഈ പറയുന്നതല്ല, അനേക യുഗങ്ങളായിട്ട് കടന്നു വന്ന പ്രപഞ്ചത്തിന്റെ ഒരു അറ്റം കണ്ടത് പോലെ അവർക്ക് തോന്നുന്നു. നമുക്ക് ഇവിടെ നമ്മുടെ ഒരു കുന്നിന്റെ മുകളിൽ കയറി നോക്കിയാൽ അങ്ങ് അറ്റം കണ്ടു എന്ന് നമ്മൾ പറയും. അതുപോലെയുള്ളൂ. എങ്ങനെ കാണും? അതുപോലെ ഈ അറ്റം കണ്ടെന്ന് പറയുന്നത് ചുമ്മാ ഇതിങ്ങനെ വളരെ ഇങ്ങനെ മറിഞ്ഞു വരുമ്പോ പലയിടങ്ങൾ ഇങ്ങനെ മറിഞ്ഞു വരും. ഇവര് അറ്റത്തൂടെ അങ്ങനെ പോയി. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊന്നും എടുത്ത് വെച്ച് നോക്കിയപ്പോ അങ്ങനെ കണ്ടെന്നുള്ളത്. അതിന്റെ ഒന്നും കണ്ടിട്ട് കാര്യമൊന്നുമില്ല. ഇത് ഏറ്റവും വലിയ ദുർഗം പിടിച്ച പണിയാണ് ഇവർ ചെയ്യുന്നത്. ആവശ്യമില്ല. മനുഷ്യനെ തെറ്റിക്കാനേ ഉണ്ടാവും. മനുഷ്യന് ഇതെന്തിന്? നമ്മളൊരു ചുരുങ്ങിയതൊരു 10, 800 വർഷം ജീവിച്ചിരിക്കുമെങ്കിൽ ഈ മനുഷ്യന് കാര്യം പറയുന്നത് കൊള്ളാം. അഥവാ മനുഷ്യൻ ജീവിച്ചിരിക്കണമെങ്കിൽ ഈ സയൻസ് പ്രകാരം പോകുമ്പോ വേറെ എന്തെങ്കിലും ഇത് ആകാശങ്ങളിൽ പരസ്പരം ബന്ധിക്കുന്ന കാര്യം ഉണ്ടെങ്കിൽ മൊത്തം പോകില്ലേ? അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കാണ് ഇതാണ്. ഇപ്പൊ കിട്ടും. അതിന് നല്ലത് ഉള്ള സ്ഥലത്ത് ഈ ഭൂമിക്ക് സൂര്യനും ചന്ദ്രനും ആവരണം ചെന്നിരിക്കുന്ന കർമ്മം ഉണ്ടല്ല, അത്രയും മതി. അതിനപ്പുറത്തോട്ട് പോയാൽ അത് നിൽക്കാൻ വയ്യാത്ത കോമാളിത്തരം ഉണ്ടെങ്കിലും ആലോചിച്ചത് ഇങ്ങനെ തോന്നും. അതൊരു വലിയ കാര്യമല്ല. അനേക യുഗങ്ങളായിട്ട് ഇങ്ങനെ നടന്നത്. നമ്മുടെ ഈ ഒരു വ്യാഴവട്ടം എന്ന് നമ്മൾ പറയുന്നു അല്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് ഈ വ്യാഴവട്ടം? 2 കൊല്ലം കൊണ്ട് നമ്മുടെ ഭൂമി ചുറ്റി വരുന്നതാണ് ഈ ഒരു വ്യാഴവട്ടം. അപ്പൊ അങ്ങനെ എത്രയും വ്യാഴവട്ടം കറങ്ങിയാലാണ് നമ്മൾ ഈ പറയുന്നതാണ്. എന്തിനാണ് ആവശ്യമില്ലാത്തത്? ഇതൊക്കെ ഈ സയൻസ് കൊണ്ട് തൊടാൻ വയ്യാത്ത രീതി വരും ഇങ്ങനെയൊക്കെ പോയാൽ. അപ്പൊ ഈ സയൻസ് തന്നെ 100-300 കൊല്ലം കഴിയുമ്പോൾ ഇവർക്ക് തൊടാൻ വയ്യാത്ത രംഗത്തേക്ക് പോകും. അങ്ങനെ ഒരു രംഗമുണ്ട് ഇതിന്. അപ്പൊ അതൊന്ന് ചേട്ടനെ അറിയിക്കും. അപ്പൊ അങ്ങോട്ട് ഈ സയൻസ് നല്ലതാണ്. ആ നല്ലതിന്റെ സ്ഥാനത്ത് നിന്നോണം. ഈ അറിവ് മറ്റൊരു രീതിയിൽ ഇല്ലാത്തതുകൊണ്ട് ഇതിന് ഈ കണ്ടുപിടുത്തം എന്നും പറഞ്ഞു പോകും. കണ്ടുപിടുത്തത്തിന് എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ഇവരിതൊക്കെ കണ്ടുപിടിച്ച് ചന്ദ്രനെ കണ്ടെത്തി എന്ത് ചെയ്യാൻ കഴിയും? പിന്നെ വേറെ എന്തിനാണ്? ഇതിനപ്പുറത്തോട്ട് കടന്നു പോകുന്ന ഈ സൂര്യമണ്ഡലത്തിന്റെ ആവരണം കഴിഞ്ഞു പോകണ്ടേ? അതെങ്ങനെ പോകും? നിങ്ങൾ കേൾക്കുമ്പോ ഇതങ്ങ് അന്താളിക്കാതിരുന്നാണ്. അതൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ ഈ ഇതിനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന നമ്മളാലാവുന്ന ഇവിടെ കർമ്മം ചെയ്യും. അത് മാത്രം നമുക്ക് കാരുണ്യമായി തിരിച്ച്. അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമായിട്ട് കൊടുക്കണ്ടായിരുന്നു. നമുക്ക് എന്ത് ചെയ്യും? ഇത് കണ്ടൊന്നും ചെയ്യാൻ കഴിയും. പോകാൻ പൊക്കൊന്നും അല്ലത് ഇവരെതിരെ പറയുന്ന പോകാനൊക്കില്ല. ദൂരത്തിലാണ് അത് നിൽക്കുന്നത്. ഒന്ന് ഇങ്ങനെ അനേക കോടി ദൂരത്തിൽ വേറെയുണ്ട്. ഇവരീ പറയുന്നതല്ല. ഈ പറഞ്ഞ ഈ പ്രപഞ്ചത്തിന്റെ ഒരറ്റത്തിന്റെ ഒരു ഭാഗത്താണ് നമ്മുടെ ഈ സൗരയുഗത്തിന്റെ. അപ്പൊ ഈ സൗരയുഗം തന്നെ നമുക്ക് ഇരുട്ടായിട്ട് കാണുക. മനസ്സിലായില്ലേ? അപ്പൊ സൂര്യൻ ഇങ്ങനെ വരുമ്പോ നമ്മൾ കാണുന്ന പോലെ സൂര്യൻ ഇല്ലാത്തടത്ത് ഇരുട്ടല്ലേ എന്നതുപോലെ ഉള്ളൂ. ഇതിനൊന്നും അപ്പുറത്തായിട്ട് നമ്മൾ വലിയ കാര്യം പറഞ്ഞ് പോകാതിരിക്കുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും എഴുതിക്കുക. ഇങ്ങനെയാണ് ഇത് ഉള്ളതാണ്. ഇതൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതുമായിട്ട് ജോഡിക്കാൻ പോകുമ്പോൾ ഏതെങ്കിലും ഇതിനൊക്കെ ഓരോ അതിർത്തികളുണ്ട്. നിങ്ങൾ ഈ ഇതിൽ പറയല്ല ആകാശത്തിന്റെ ഒരു അടുക്ക്, ശൂന്യാകാശത്തിന്റെ ഒരു അടുക്ക് പറയില്ല. എങ്ങനെയാകും? എന്തോ ആകട്ടെ, അവിടെ കടന്നു പോയാൽ പിന്നെയും അത് തന്നെ. അതാണ് ഒരാകാശം. ഈ ഒരാകാശത്തിന് അപ്പുറം ചെല്ലുമ്പോൾ വീണ്ടും ഒരാകാശം. ഈ മേഘവിടനെ നിങ്ങൾ പോകല്ലേ എന്ന് പറയില്ലേ? അത് ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ പൊയ്പോയാൽ അതിന് കരുതി വരും. ഇത് മൂടിക്കൊണ്ടിരിക്കും. ഈ മേഘപടലങ്ങള് മൂടിക്കൊണ്ടേയിരിക്കും. മറ്റൊന്ന് കറങ്ങി വരുമ്പോ ഈ ദൂരം കാണില്ല. അങ്ങനെ ഇത് കിടക്കുന്നത്. ഇതങ്ങനെ പറയണം അവർക്ക് മനസ്സിലാവും ഇതെല്ലാം. അവരത് കണ്ടുപിടിക്കട്ടെ. അങ്ങനെ ഇതങ്ങോട്ട് പോകുമ്പോ ഇതിനുള്ള ദീർഘദർശനം ചെയ്ത് അവർ പോകും. അറിയാൻ പറയും. ദീർഘദർശനം ചെയ്തങ്ങ് പോകുമ്പോ ഈ പറഞ്ഞ ഈ അകലങ്ങൾ വളരെ കൂടും.
പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനൊക്കാത്ത വിധത്തിൽ അവിടെ നിന്ന് കളിച്ചു. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോകണ്ട, ശരിയല്ല. ഇതേ രീതിയിൽ എഴുതി അയക്കും. അത് കിട്ടട്ടെ, നീ അവനെഴുത്, ഒരു കാര്യമില്ല. എന്താ പറയുന്നത്? ഗ്രഹങ്ങളെ ഒരു പ്രപഞ്ചത്തെക്കാൾ പ്രായോഗികമല്ല, മൊത്തം തെറ്റിയിരിക്കുന്നു. ഗ്രഹങ്ങൾ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ചേരുന്ന ഒരു ഗാലക്സി, കോടിക്കണക്കിന് ഗാലക്സികളുണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു പ്രപഞ്ചം എന്ന് പറയും. പ്രപഞ്ചത്തിന്റെ ഒരു ഉത്പത്തി ഉണ്ടായിരുന്നു, അതെല്ലാം വികസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇപ്പൊ പറയുന്നത് ഈ പ്രപഞ്ചത്തിനകത്ത് ഒരു നക്ഷത്രത്തിനെ കണ്ടിരിക്കും. ഈ പ്രപഞ്ചത്തിനേക്കാൾ പ്രായോഗികത. ഇത് അതല്ലേ പറഞ്ഞ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞില്ലേ? അത് പോകണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമല്ലേ? അങ്ങനെ അങ്ങ് പോയിട്ടില്ല. നമ്മൾ ജീവിച്ചിരിക്കണം. നമ്മുടെ ഈ കാലങ്ങൾ എന്താണ്? നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു? മനുഷ്യ ലോകത്തിന് ഇതുകൊണ്ട് എന്ത് നേടാൻ കഴിയും? ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും, ചന്ദ്രനെ കണ്ട്. അന്നാളുകൾ പറഞ്ഞ് ചന്ദ്രനെ കണ്ട് ഇങ്ങനെയൊക്കെല്ലാം ഇനി ഒന്നും സാധിക്കാനില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? അതിങ്ങനെ അവർ പറയും. ഇത് എത്രയോ കോടി വർഷങ്ങൾ കൊണ്ടാണ്, എത്രയോ ദിവ്യവർഷം കൊണ്ടാണ് ഇത് കണ്ടെത്തേണ്ടത്. ദിവ്യവർഷം എന്ന് പറയുന്നത് അത് ആയിരക്കണക്കിന് വർഷം എടുക്കണം ഇങ്ങനെ കണ്ടെത്താൻ തുടങ്ങി. എന്തിനാ ഇങ്ങനെ കാണുന്നേ? അങ്ങനെ എടുക്കരുത്. നമുക്ക് വിധിക്കപ്പെട്ട പോകും, വിധിക്കാത്ത അളവിലേക്ക് നമ്മൾ കടന്നു പോകരുത്. കാണാൻ പറ്റുന്ന ഞരമ്പുകളിലാണ്. അപ്പൊ ഈ ചന്ദ്രനെ കൊണ്ടുവരുമ്പോ അവിടെ കൊണ്ടുവിടെ കണ്ടിട്ടില്ലാത്തതല്ലേ ഇവര് സംരക്ഷണത്തോടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് കാണുന്ന പോലെ. അപ്പൊ ഇപ്പൊ അത് വെച്ചിട്ട് കാഴ്ചയില്ലാത്തവർക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് അപ്പൊ ഞങ്ങള് പറയുന്നത് ദർശനം തന്നെ നമുക്ക് കാണാൻ, നമുക്ക് ധ്യാനത്തിലിരിക്കുമ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതിപ്പോ കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇത് എന്തിനാ ഇതിങ്ങനെ നോക്കുന്നു? ഇപ്പൊ ഇവര് ഈ പ്രപഞ്ചവർഷം പറഞ്ഞിരുന്നാൽ